അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഉയർപ്പിൻ്റെ പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, കഴിഞ്ഞ ദിനങ്ങളിൽ ഞാനിങ്ങനെ പല കാര്യങ്ങൾ കേട്ട സമയത്ത് പലയിടങ്ങളിലും ഒരുമിച്ച് കൂടി വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും കഴിയാതെ പോകുന്ന സാഹചര്യങ്ങൾ കാണാനിടയായിത്തീർന്നു. എന്നാൽ നമ്മുടെ മധ്യത്തിൽ ദൈവം ഇന്ന് അതിനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, മുന്നോട്ട് സഹോദരിമാരെ നമുക്കും അങ്ങനത്തെ ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ലഭിക്കുന്ന ഈ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമുക്കറിയാം, നമ്മൾ ദൈവീയമായ കൂട്ടായ്മയിലൂടെ മാത്രമേ നമുക്ക് ആത്മീയ ജീവൻ നിലനിർത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. ഒരു മത്സ്യം വെള്ളത്തിൽ കിടന്നുകൊണ്ടാണ് അത് ജീവിക്കുന്നത്. അതിന് ജീവൻ്റെ ആവശ്യമായ എല്ലാ ഓക്സിജനും കിട്ടുന്നത് വെള്ളത്തിൽ നിന്നാണ്. അതേപോലെ തന്നെ ആ മത്സ്യം ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ കുറേ കാലം കരയിലങ്ങ് ജീവിച്ചാലോ എന്ന് ചിന്തിച്ചാൽ അതിൻ്റെ ജീവൻ നഷ്ടപ്പെടും. നമുക്ക് നമ്മുടെ ആത്മീയ ജീവൻ നിലനിൽക്കുന്നത് ദൈവീയമായ കൂട്ടായ്മയിലാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കടന്നു വരുവാനായിട്ട് ദൈവം നമുക്ക് നൽകി തരുന്ന സമയങ്ങളെ നമ്മൾ നഷ്ടമാക്കാതെ അത് ഏറ്റവും അധികം നമ്മളത് ഉപയോഗിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വായിക്കും, ദൈവത്തിൻ്റെ വചനം തേനിലും തേൻകട്ടയിലും മധുരമുള്ളവയാണ്, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനം ധാരാളമായിട്ട് കേൾക്കുന്നു. ആ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ശിക്ഷാവധിക്ക് കാരണമായി തീരാതെ നമ്മളെ തന്നെ നിരന്തരം വചനപ്രകാരം സൂക്ഷിക്കുകയും വചനപ്രകാരം ജീവിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മളെല്ലാവരും വീണ്ടും ജന്മം പ്രാപിച്ചവരാണ്. എന്നാൽ ഞാൻ ഇന്ന് ഒരു കാര്യം ദൈവത്തിൻ്റെ വചനത്തിലൂടെ ചിന്തിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഉത്സാഹിപ്പിച്ചൊരു കാര്യം, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഒരു കാര്യം ഇങ്ങനെ പറയുന്നു. അതായത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്തിൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതിയതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്തോട്ട് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നെങ്കിൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നു എന്നോ അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവരെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമുക്കറിയാം, ഈ സാഹചര്യം ഒരു പ്രമാണിയായിരിക്കുന്ന പരിശുദ്ധന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന യഹൂദന്മാരുടെ ഒരു പ്രമാണിയായിരിക്കുന്ന നിക്കോദോമോസിനോട് കർത്താവായ യേശു ക്രിസ്തു പറയുന്നൊരു കാര്യമാണ്. ആ മനുഷ്യനോട് വീണ്ടും ജനത്തെക്കുറിച്ച് പറഞ്ഞ സമയത്തിന് മുകളിൽ ഇങ്ങനെ വായിക്കുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ 3 യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. ഇവിടെ ദൈവരാജ്യം കാണുക എന്നുള്ളതും ദൈവരാജ്യത്തിൽ കടക്കുക എന്നുള്ളതും രണ്ട് കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഒന്ന് ദൈവരാജ്യം കാണുക, ഒന്ന് ദൈവരാജ്യത്തിൽ കടക്കുക. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു, ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ട നമ്മൾ ദൈവരാജ്യത്തിൽ കടന്നുവരാ. ദൈവരാജ്യത്തിൽ കടക്കുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അതായത് റോമാലേഖനത്തിലെ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. അപ്പോൾ ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തി ദൈവരാജ്യത്തിലാണ് ആയിരിക്കുന്നത്. അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും. അതവൻ്റെ വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയെ കാണിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ നീതിയിലും ദൈവത്തിലുള്ള ആ പരിശുദ്ധാത്മാവുള്ള സന്തോഷത്തിലും സമാധാനത്തിലും നമുക്ക് തുടരുവാനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടെന്നുള്ള സത്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളെ ആത്മീയ ലോകത്തിലെ കാര്യങ്ങളെ ചിന്തിക്കുവാനായിട്ടാണ് ആത്മാവിൽ ജനിച്ചവർക്ക് കഴിയത്തുള്ളൂ. നമ്മളോട് വായിച്ചു, ജഡത്തിൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിൽ ജനിച്ചത് ആത്മാവാകുന്നു. അതായത് കാറ്റ് എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്ന അറിയത്തില്ല. ആത്മാവിൽ ജനിച്ചവരെല്ലാം ഇങ്ങനെയാണ്. എന്നാൽ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് അനുദിന ജീവിതത്തിൽ നമ്മുടെ വളർച്ച നമുക്ക് ആവശ്യമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം ഒരു വാക്യം കൂടെ ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒരു വാക്യം 2 പത്രോസ് 3:18 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പം നമ്മൾ ആത്മീയമായിട്ട് വളരണം, എങ്ങനെ വളരണം എന്നുള്ളതിനെക്കുറിച്ച് വാക്യം എടുക്കുന്നവർക്ക് വായിച്ചാൽ വളരെ മനോഹരമായിരിക്കും. ദൈവജനം വായിക്കുന്നത് കൊണ്ട് നമുക്ക് ദോഷമൊന്നും സംഭവിക്കത്തില്ല, വളരെ അനുഗ്രഹമായി തീരുകയുള്ളൂ.
2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ്. 2 പത്രോസ് 3:18. ഇങ്ങനെ വായിക്കുന്നത്: കൃപയാൽ നമ്മുടെ കർത്താവാം രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവിൻ. അവനെ എപ്പോഴും എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇവിടെ പറഞ്ഞ് കൃപയാൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവിൻ. ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തി ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണ്ടത് ആവശ്യമാണ്. അതായത് പരിജ്ഞാനം എന്ന് പറയുമ്പം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം എനിക്ക് നഷ്ടമായി നോക്കിയില്ല എല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. അപ്പോൾ യേശുവിനെ നമ്മൾ ഓരോ ദിവസവും അറിയുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. അപ്പോൾ ദൈവത്തെ നമ്മൾ കൂടുതൽ അറിയും തോറും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ ലാഭമായിരിക്കുന്നൊക്കെ നമ്മൾ അവിടുന്ന് ഉപേക്ഷിക്കാൻ നമ്മളോട് ആരും പറയണ്ട. ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തി ഓരോ കാര്യങ്ങളും ഉപേക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനോട് പറയുന്ന അനുസരിച്ചാണ്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പോകേണ്ട വഴിയെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാണ്ടാത്ത കാര്യത്തെക്കുറിച്ചും എല്ലാം നമുക്ക് ബോധം തരും. ആ ശബ്ദത്തോട് നമ്മൾ പ്രതികരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെക്കുറിച്ച് കൂടുതൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നതിൻ്റെ ഏക ലക്ഷ്യം കർത്താവായ യേശു ക്രിസ്തുവിൽ എന്താണോ ഉള്ളത് എന്ന് നമ്മളെ അറിയിക്കുവാനായിട്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ മഹത്വവും ദൈവത്തിൻ്റെ ആ തേജസ്സും ഗ്ലോറിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മളെ ഓരോ ദിവസവും അതിൻ്റെ നിറവോടുകൂടി കാണിച്ചു തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിലേക്ക് കടന്നു വരികയും നമ്മളിലുള്ളതെല്ലാം നമ്മൾ വായിക്കുന്നു, നമ്മളെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. ഇനിയും നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ച ആ പിതൃപാരമ്പര്യങ്ങളെ നമ്മൾ പിന്തുടരാനായിട്ട് പാടില്ല. വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, അതിനെല്ലാം കാരണഭൂതൻ ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇനി ക്ഷമിക്കാത്തൊരു മനോഭാവം നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. പക വെച്ചുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല. അശുദ്ധ ചിന്തകൾക്ക് ഹൃദയങ്ങളിൽ ഇടം കൊടുക്കാൻ നമുക്ക് കഴിയത്തില്ല. മോശമായ സംസാരങ്ങൾക്ക് നമുക്ക് സമയം ചെലവഴിക്കാനായിട്ട് കഴിയത്തില്ല. മോശമായ നോട്ടം നോക്കാൻ നമുക്ക് കഴിയത്തില്ല. ഇങ്ങനത്തെ ഒരു ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും നമ്മളെ ഒന്ന് ആത്മപരിശോധന ചെയ്യേണ്ടത് ആവശ്യമായ ഒരു കാര്യമാണ്. അത് നമ്മുടെ വളർച്ചയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് ഇത് പറയുമ്പോൾ ചിന്തിച്ചൊരു കാര്യം, ഈ ആത്മാവിലുള്ള വീണ്ടും ജനനം പ്രാപിച്ച് അതിൻ്റെ പ്രാരംഭ പടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒത്തിരി വിശ്വാസക്കൂട്ടങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ നമ്മളെക്കുറിച്ച് ദൈവം അതല്ല വിചാരിക്കുന്നത്. ജീവങ്കിലേക്കുള്ള വഴി ഇടുക്കം, വാതിൽ ഞെരുക്കം, അത് കണ്ടെത്തുന്നവർ ചുരുക്കം, അതിലേക്ക് പ്രവേശിക്കുന്നവരും അതിലും ചുരുക്കമാണ്. ആ ചുരുക്കത്തിൽ ഒരുവനായി ഒരുവളായി തീരുവാൻ നമ്മൾക്ക് വാഞ്ചയുണ്ടോ, താല്പര്യമുണ്ടോ? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വന്തം ഇഷ്ടങ്ങളുടെ മേൽ നമ്മൾ മരിക്കുന്നവരും അതിനെ ത്യജിക്കുന്നവരും അത് ഇല്ലായ്മ ചെയ്യുന്നവരുമായി തീരുവാനായിട്ടാണ്, അതിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അനുദിന ജീവിതത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് ആത്മാവിനാൽ നിറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നമ്മുടെ ജീവിതം സമൂലമായി നിയന്ത്രിക്കപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ, ഞാനൊരു കാര്യം പറയാം, നഷ്ടങ്ങളും വേദനകളും ഒക്കെ സഹിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിനങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അനേക പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനിടയായിത്തീർന്ന് അവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനമാണ് ഞങ്ങളെ ബലപ്പെടുത്തിയത്. അവിടെയെല്ലാം ഞങ്ങളെ നിലനിർത്തിയത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ പരീക്ഷയുടെ സമയത്ത് നമ്മളിന്ന് കേട്ടതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം, വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വായിക്കുന്ന: വചനം എന്ന മായവില്ലാത്ത പാൽ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന മായവില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. നമ്മുടെ ഹൃദയത്തിൽ വചനം എന്ന മായവില്ലാത്ത പാൽ കുടിക്കാനുള്ള വാഞ്ച നമുക്കുണ്ടോ? ഒരാഗ്രഹം നമുക്കുണ്ടോ? എങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു, അവൻ ആഗ്രഹിക്കുന്നവരെ അതിൻ്റെ തൃപ്തിയിലേക്ക് നയിക്കുന്ന ദൈവമാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ നമ്മൾ പുതിയ ഒരു ധാരണയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 61:10. ഞാൻ ഈ വചനങ്ങൾ എടുക്കുന്നതിൻ്റെ കാരണം നമ്മൾ വചനം ഒന്ന് വായിക്കുകയും പഠിക്കുകയും അത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന നല്ലതാണ്. അതിൻ്റെ 10 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്:
ഉം. ഇടിവിച്ചുമിരിക്കുന്നു. അവിടെ വായിക്കുന്ന അവനെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കി എന്നെ ഇടിവിച്ചും ഇരിക്കുന്നു. നമ്മൾ വായിക്കുന്നു അവൻ്റെ നീതി നമുക്ക് വേണ്ടി കണക്കിട്ടിരിക്കുന്നു. നമ്മൾ വായിക്കുന്നു അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന്, നമ്മൾ കോരിന്ത്യർ ലേഖനം 2 അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തെ വായിക്കുന്ന അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പം നീതി എന്ന് നമ്മൾ വായിക്കുമ്പോൾ, അത് നീതി എന്ന അങ്കി നമ്മളെ ഇടിവിച്ചിരിക്കുന്നു നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ക്രിസ്തുവിൽ ആക്കി വെച്ചിരിക്കുകയാണ്, നമ്മൾ ക്രിസ്തുവിലായിരിക്കുകയാണ്. അതാണ് ആ നീതി എന്ന അങ്കി നമ്മളെ ഇടിവിച്ചിരിക്കുന്നു പറയുമ്പം ക്രിസ്തുവിനാൽ നമ്മളെ കവർ ചെയ്തിരിക്കുകയാണ്. അല്ല, നമ്മൾ വായിക്കുമ്പം സ്നാനത്തെക്കുറിച്ച് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്ന സ്നാനത്തിലൂടെ നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഉണ്ടായിരുന്ന ആ പഴയ പ്രവൃത്തിയായിരിക്കുന്ന വസ്ത്രം ഒന്ന് നമ്മൾ ഉരിഞ്ഞു കളഞ്ഞ് പുതിയൊരു വസ്ത്രമാവുന്ന ക്രിസ്തുവിനെ നമ്മുടെ മേൽ ധരിച്ചിരിക്കുന്നു. അപ്പം നമ്മളിൽ നിന്ന് ഇനി പുതിയ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറയാം സഹോദരന്മാരെ, നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടവരാണ്, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ടെന്ന സത്യമാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? പാപമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പാപം അതിൻ്റെതായിരിക്കുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു? അത് തലയുയർത്തി വരാറുണ്ട്. ആ തലയുയർത്തി വരുമ്പോൾ അതിനാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ തന്നിരിക്കുന്നത്. ആ തലയ്ക്ക് ദൈവത്തിൻ്റെ വചനമാകുന്ന വാൾ കൊണ്ട് നമ്മൾ ഒരു വെട്ടേണ്ടതായ ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും അതിനെ ഇല്ലായ്മ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ മരിക്കുന്ന നിമിഷം വരെ പാപം എന്നുള്ള സംഭവം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് പാപം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്ന നമുക്ക് പോരാട്ടമുള്ളത് ഇങ്ങനെ വായിക്കുന്നത്: ജഡം, ലോകം, പിശാച്. ഈ 3 കാര്യത്തോട് നമുക്ക് നിരന്തരം സന്ധിയില്ലാത്തൊരു സമരം, ഒരു പോരാട്ടം നമുക്കുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനക്കാരൻ പറയുന്നത്, പാപത്തോട് പോരാടുന്നതിന് നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. കാരണം മരിക്കേണ്ട വന്നാലും, നഷ്ടം സഹിക്കേണ്ട വന്നാലും, അപമാനം ഏൽക്കേണ്ട വന്നാലും, നിന്ന ഏൽക്കേണ്ട വന്നാലും സഹോദരന്മാരെ, ഞാൻ പാപത്തിന് എന്നെ വിട്ടുകൊടുക്കുകയില്ല എന്നൊരു തീരുമാനം നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഉറച്ചു നിൽക്കുവാനായിട്ടും അതിന്മേൽ ജയം വരിക്കുവാനായിട്ടും നമുക്ക് കഴിയും. ഈ ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളെയും നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. അത് ഓരോ ദിവസവും, ഞാൻ കഴിഞ്ഞ ദിവസം വളരെ ദൈവവചനത്തെക്കുറിച്ച് നല്ല പാണ്ഡിത്യമുള്ള, നല്ല അറിവുള്ള ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് കേട്ടപ്പം വളരെയധികം പ്രയാസം തോന്നി. ഞാൻ ഒരു 2-3 വർഷമായി ഇന്നുവരെയും ഒരു പാപവും എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. സത്യമായിരിക്കാം, പാപം ചെയ്തിട്ടില്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്ന് വെച്ചാൽ എന്നിൽ പാപമില്ല എന്ന് പറയുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുന്നു. സത്യം എന്നിൽ ഇല്ലാതെ പോയി എന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത് സഹോദരന്മാരെ. നമ്മൾ വളരും തോറും നമ്മൾ പാപത്തിൻ്റെ ആ ശക്തിയെയും അതിൻ്റെ ഭയാനതയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും പരീക്ഷകൾ നമുക്ക് കൊണ്ടുവരുന്നതിൻ്റെ കാരണം നമ്മുടെ വളർച്ചയെ നമ്മൾക്കൊന്ന് അളക്കുവാനും ശോധന ചെയ്യുവാനായിട്ടാണ്. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞ് നമുക്കറിയാം അവർക്ക് ഓണപ്പരീക്ഷയുണ്ട്, ക്രിസ്മസ് പരീക്ഷയുണ്ട്, അത് കഴിഞ്ഞ് വലിയ പരീക്ഷയുണ്ട്. ഈ പരീക്ഷകളിലൂടെ എല്ലാം ഈ കുഞ്ഞുങ്ങളെ ശോധന ചെയ്യുന്നത് അവർ പഠിച്ച കാര്യങ്ങളിൽ അവരെത്രമാത്രം ജയിച്ചു നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്, ഇല്ലേ? ഇപ്പം ഈ പരീക്ഷകൾ കൊണ്ടുവരുന്ന എന്തിനാ? നമുക്ക് ജയിക്കാനായിട്ടാണ്. നമ്മൾ പരീക്ഷകൾ അനുദിന ജീവിതത്തിൽ നമ്മളെ ക്രിസ്തുവിൽ കൂടുതൽ അടുപ്പിക്കുവാനായിട്ടും, ഓരോ പരീക്ഷകൾ വരും തോറും നമ്മൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുകയും ദൈവത്തോട് നമുക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് ഇടയായിത്തീരുകയും ചെയ്യണം. നമ്മളിൽ പാപമില്ല എന്ന് പറയാൻ നമ്മളെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളിൽ ഇല്ലാതെ പോയിരിക്കുന്നു എന്നാണ് യോഹന്നാൻ അപ്പോസ്തലനോട് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാപങ്ങൾ നമ്മളെപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ അംഗീകരിക്കേണ്ട ആവശ്യമുണ്ട്. പാപത്തിൻ്റെ പരീക്ഷകൾ വളരെ ശക്തമായിട്ട് ഭീമമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നെങ്കിലും ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളൊന്നും ജഡീകമല്ല. കാരണം പോരിൻ്റെ ആയുധങ്ങൾ ഉണ്ട് നമ്മുടെ ജഡത്തിൽ, പക്ഷെ ഞങ്ങൾ അതിനോട് അങ്ങനെ ഞങ്ങൾ പോരാടുന്നില്ല. അതിൽ ഞാൻ തന്നെ പ്രസംഗിച്ചതിന് ശേഷം ഞാൻ കൊണ്ടാത്തവനായി പോകാതിരിപ്പാൻ എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. എൻ്റെ കണ്ണ്, എൻ്റെ ചിന്ത, എൻ്റെ ഹൃദയം, എൻ്റെ നാവ്, ഇതിനെയൊക്കെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കേണ്ടത് ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ ആത്മീയ കോളം അങ്ങനെ മുരടിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് ആത്മീയമായിട്ട് നമുക്ക് വളർന്നു വരേണ്ടതായ ആവശ്യമുണ്ട്. നമ്മൾ അതിൻ്റെ 60 വായിച്ചു. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ 4-ാമത്തെ ഒരു കാര്യം, പ്രകാശപ്രദമായ ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കുന്നു. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമുക്കൊന്ന് ചിന്തിക്കാം. 5-ന്റെ 16-ാമത്തെ വാക്യം.
ഇത് വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു വളർച്ചയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവിടെ പറയുന്ന അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ പ്രവൃത്തികൾ ഒരാൾ കണ്ടിട്ട് നമ്മളെയല്ല മഹത്വപ്പെടുത്തേണ്ടത്. ആരെയാണ് മഹത്വപ്പെടുത്തേണ്ടത്? നമ്മളിൽ വസിക്കുന്ന യേശുവിനെയാണ് മഹത്വപ്പെടുത്തേണ്ടത്. ഇന്ന് പലരും തങ്ങളുടെ പ്രവൃത്തികൾ കണ്ടിട്ട് മനുഷ്യൻ അവരെ മഹത്വപ്പെടുത്തുവാനായിട്ടും അവരെ ഉയർത്തുവാനായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളിലൊരു പ്രവൃത്തി ഉണ്ടെങ്കിൽ അവിടെ പറയുന്ന ആ പ്രവൃത്തിയെ മഹത്വപ്പെടുത്താനുള്ള കാരണം എന്താ? നമ്മൾ ക്രിസ്തുവിനെയാണ് ധരിച്ചിരിക്കുന്നത്, ക്രിസ്തുവാണ് നമ്മളിൽ വസിക്കുന്നത്, ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണത്. അതുകൊണ്ടാണ് നമ്മളെല്ലാം സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ അവർ മഹത്വപ്പെടുത്തുന്നത്. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം. നമ്മളെ വിളിച്ചത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നു പറഞ്ഞ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നു. യേശു ഈ ലോകത്തിൽ നിന്ന് പോയപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ഈ ലോകത്തിൽ അവൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ വിചാരം കൊണ്ട്, നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ കൊണ്ട്, നമ്മുടെ കൂട്ടായ്മ ബന്ധത്തോടുള്ള ബന്ധത്തിൽ പോലും ഇതെല്ലാം നമ്മൾ തന്നെ വേണം വെളിപ്പെടുത്തി കൊടുക്കുവാൻ. അതിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പ്രകാശം നമുക്ക് എത്രമാത്രം പകർന്നു കൊടുക്കുവാൻ കഴിയുന്നുണ്ട്? അല്ല, നമ്മുടെ ജീവിതത്തിൽ ഇത് കഴിയുന്നില്ലേ? ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നിരാശപ്പെടേണ്ട, അനുതപിക്കുവാൻ, മാനസാന്തരപ്പെടാം. കർത്താവേ, ഞാൻ രക്ഷിക്കപ്പെട്ടു, നാളുകളായി, വർഷങ്ങളായി എൻ്റെ ജീവിതത്തിൽ അങ്ങേ ആഗ്രഹിക്കുന്ന വെളിച്ചം, പ്രകാശം എനിക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ഞാൻ എന്നും അങ്ങനെ തുടരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ കൃപ എൻ്റെ മേൽ പകർന്ന് അങ്ങ് നടന്നുപോൽ നടക്കാൻ എന്നെ സഹായിക്കണമേ നമുക്ക് ദൈവത്തോട് പറയാം. ദൈവം നമ്മളെ അതിലേക്ക് സഹായിക്കുകയും അതിനെ ശക്തീകരിക്കുകയും ചെയ്യും. നമുക്ക് മത്തായിയുടെ സുവിശേഷം തന്നെ നമുക്ക് അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണൽമേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു എന്നവിടെ വായിക്കുന്നത്. ഇവിടെ വായിച്ചത് നമ്മൾ കേൾക്കുന്ന എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ. നമ്മൾ പഴയ നിയമ പുസ്തകത്തിൽ വായിക്കുമ്പം, അല്ലെ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പം മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ നിന്നെ പർവ്വതത്തിൽ വെച്ച് കാണിച്ച മാതൃക പ്രകാരം മാത്രം വേണം നീ സമാപന കൂടാരം പണിയാനായിട്ട്. മോശയല്ല സമാപന കൂടാരം പണിതത്, അതിൻ്റെ ഒരു പ്ലാൻ ദൈവം മോശയ്ക്ക് കൊടുത്തു. പണിതത് പരിശുദ്ധാത്മാവും ജ്ഞാനവുമുള്ള 2-3 വ്യക്തികളായിരുന്നത് പണിതത്. പക്ഷെ മോശ ആ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് ദൈവം സ്വർഗത്തിൻ്റെ നിഴലും ദൃഷ്ടാന്തവുമായ ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. ഒറിജിനാലിറ്റി ഉള്ള ഒരു സമാപന കൂടാരം, ഒരു ദേവാലയം സ്വർഗത്തിലുണ്ട്. അതിൻ്റെ ഒരു പിക്ചറാണ് ദൈവം കൊടുത്തത്. അപ്പം മോശ എന്ത് ചെയ്യുമായിരുന്നു? ഇത് കൃത്യമായിട്ട് നോക്കുമായിരുന്നു. അതിൻ്റെ മേൽനോട്ടം നടത്തിയത് മോശയായിരുന്നു. അതിൽ നിന്ന് 1 ഇഞ്ച് പോലും, അതായത് സമാപന കൂടാരത്തിന് വെക്കേണ്ടത് 20 പലക ഇങ്ങേ ഭാഗത്ത്, 20 പല അങ്ങേ ഭാഗത്ത്, 8 പലക ഇങ്ങേ ഭാഗത്ത്, അങ്ങനെ 48 പലകയിൽ അത് 49 പലകയാകാൻ പാടില്ല. ആ 48 പലകയും അതിൻ്റെ നീളവും വീതിയും ഉയരവും ഒക്കെ ഒരേപോലെ ആയിരിക്കണം. അത് വെള്ളിച്ചുവടിലായിരിക്കണം അത് വെക്കുന്നത്. അതിൻ്റെ ഓരോ ക്രമങ്ങളുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സഹോദരന്മാരെ, മോശയുടെയോ പണിയുന്നവരുടെയോ ഏതെങ്കിലും ജ്ഞാനമോ അവരുടെ കഴിവോ അതിൽ കൂട്ടിച്ചേർത്താൽ അവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം മറ്റൊന്നുമല്ല. ഈ സമാപന കൂടാരത്തെ സമാപന കൂടാരമായി വ്യത്യസ്തപ്പെടുത്തുന്നത്, രൂപാന്തരപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരണമെങ്കിൽ ദൈവം പറഞ്ഞതുപോലെ തന്നെ വേണം പണിയുവാൻ. അതുകൊണ്ടാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്: എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിയുന്ന ബുദ്ധിയുള്ളൊരു മനുഷ്യന് തുല്യനായിരിക്കുന്നു. ദൈവത്തിൻ്റെ ഈ വചനങ്ങളെ കേട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുവാണെങ്കിൽ, പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ ഇളകാതെ നിൽക്കുവാനുള്ള കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളുണ്ടാവും. അല്ല എങ്കിൽ നമ്മൾ ഇളകുന്നെങ്കിൽ, ഞാൻ ഒരു കാര്യം പറയാം, ദൈവം പറഞ്ഞതുപോലല്ല നമ്മൾ പണിയുന്നത്. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഇളക്കം സംഭവിക്കുന്നെങ്കിൽ, നിരാശ സംഭവിക്കുന്നെങ്കിൽ, വേദന സംഭവിക്കുന്നെങ്കിൽ, നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ അതിൻ്റെ എല്ലാം കാരണം വേറൊന്നുമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ വസിക്കുന്നത്. ദൈവ സാന്നിധ്യം വസിക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റഡിയോടെ നിൽക്കുവാനായിട്ട് കഴിയും. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താനായിട്ട് കഴിയും. അവിടെ പറയുന്നത് ക്രിസ്തു, ആ പാറയെന്ന് പറയുന്നത് ക്രിസ്തുവിനെയാണ് അടിസ്ഥാനമാക്കുന്നത്. നമ്മൾ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് അവിടെ ഈ 2 കൂട്ടർക്കും
പ്രതികൂലം ഒരുപോലായിരുന്നു. മണൽമേ പണിത വ്യക്തിക്കും പാറമേൽ പണിത വ്യക്തിക്കും പ്രതികൂലം ഒരുപോലാണ്. എന്നുവെച്ചാൽ രക്ഷിക്കപ്പെട്ട വ്യക്തിക്കും രക്ഷിക്കപ്പെടാത്ത വ്യക്തിക്കും ഒരുപോലെ തന്നെയാണ് പരീക്ഷ വരുന്നത്. നമ്മുടെ ചുറ്റുപാടുള്ള ഇവിടെ ദൈവം രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ടവൻ പരീക്ഷകളും ശോധനകളും വരുമ്പോൾ അവൻ വീഴുകയും പരാതിപ്പെടുകയും ആവലാതിപ്പെടുകയും ദൈവത്തോട് മറുതലിക്കുകയും ചെയ്യും. എന്നാൽ രക്ഷിക്കപ്പെട്ടവൻ ഇതെല്ലാം ദൈവം തൻ്റെ നന്മയ്ക്കായി ചെയ്യുന്നു എന്നുള്ള ആ പൂർണ്ണ വിശ്വാസത്തോടെ അവന് സ്വസ്ഥതയോടും സമാധാനത്തോടും ആയിരിക്കാനായിട്ട് കഴിയും. നമ്മളിവിടെ വായിച്ചു, അതായത് ദൈവരാജ്യവും ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും. ഇന്ന് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ആർക്കുമില്ല, എല്ലാവർക്കും അന്യഭാഷ മാത്രം പറയാനായിട്ട് കഴിയും. ഈ പരിശുദ്ധാത്മാവുള്ള സന്തോഷം നമ്മൾ അനുഭവിക്കുന്ന എപ്പോഴാണെന്നറിയാവോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ്റെ ഒരു മോൾ കിഡ്നിയുടെ അസുഖം ബാധിച്ച് മരിച്ച്. അദ്ദേഹം ആ കുഞ്ഞിൻ്റെ ഒരു 38 വയസ്സ് പ്രായമേ ഉള്ളൂ, വിവാഹം കഴിച്ചു. അദ്ദേഹം അതായത് ബേർവാട് ചർച്ചിലുള്ള ചാണ്ടപിള്ള എന്ന് പറഞ്ഞൊരു ദൈവദാസനാണ്. ഞാൻ വളരെയധികം അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കേൾക്കുന്ന അദ്ദേഹം ആ കുഞ്ഞിൻ്റെ മുമ്പാകെ നിന്ന് ദൈവത്തിൻ്റെ വചനം വളരെ ശക്തിയോടെ വളരെ ഘനത്തോടു കൂടി ഒരു നിരാശയുമില്ലാതെ വളരെ പ്രാബല്യത്തോടെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. അത് വേറൊന്നും കൊണ്ടല്ല സഹോദരന്മാരെ. എന്നാൽ ഞാൻ നിങ്ങളോട് കാര്യം പറയാം, അനേക പരിശുദ്ധാത്മാവ് ലഭിച്ചെന്ന് അവകാശപ്പെടുന്ന അനേകരുടെ ശവസംസ്കാര ശുശ്രൂഷയെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവർ അലമുറ ഇടുന്നതും നിലവിളിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ അതിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യം, യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നയിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് നിരാശയുണ്ടാകത്തില്ല, ഭാരമുണ്ടാകത്തില്ല. അവർക്ക് ദൈവം, അവരുടെ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ബോധ്യം, അത് ദൈവം ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ആ സന്തോഷം ഉണ്ടാകും. ഞാനത് കണ്ട കാര്യം. അങ്ങനെ വചനമാകുന്ന ഈ അടിസ്ഥാനത്തിന്മേൽ നമ്മൾ കേൾക്കുന്ന ദൈവത്തിന് ആകിയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിയുന്ന ബുദ്ധിയുള്ള. നമ്മൾ ഈ വചനങ്ങൾ ഒത്തിരി കേൾക്കുന്നുണ്ട്. വചനത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നും നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് കഴിയല്ല സഹോദരന്മാരെ. ആ വചനപ്രകാരം മാത്രമായിരിക്കണം നമ്മുടെ ജീവിതം. ദൈവം നമ്മളെ ന്യായം വിധിക്കുന്ന ദിവസത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത്? എൻ്റെ ഈ വചനം വെച്ചാണ്, കർത്താവിൻ്റെ വചനം വെച്ചാണ് നമ്മളെ ന്യായം വിധിക്കുന്നത്. ന്യായം വിധി ദിവസത്തിൽ ഈ വചനം വെച്ചാണ് നമ്മൾ ഓരോരുത്തരെയും ന്യായം വിധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വചനത്തിലാണ് നമ്മൾ നിലനിൽക്കേണ്ടത്. വചനത്തിൽ നമ്മൾ നിലനിന്നില്ലെങ്കിൽ നമ്മൾ അന്യപ്പെട്ടു പോകാനായിട്ട് ഒത്തിരി സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നത്, അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 32-ാമത്തെ വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ബാബുസേനയെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ചു. ഞാൻ ആ ഭാഗമല്ല ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഒരു കൂട്ടായ്മയുടെ ഒരു കാര്യമാണ് അവിടെ നമുക്ക് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 24-32-ാമത്തെ വാക്യം, അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിച്ചു, തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നല്ലോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് എന്ന് ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയായിരുന്നു അവരോട് പറഞ്ഞ്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, അത് കഴിഞ്ഞ് അവിടെ ചെയ്തൊരു കാര്യം, കർത്താവ് എന്ത് ചെയ്തു? അവർ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതായത് നമുക്കറിയാം, നമ്മൾ ദൈവീയമായ കൂട്ടായ്മയാണ്. അപ്പം ഒരു വ്യക്തി ദൈവത്തിന് അന്യപ്പെട്ടു പോയി ദൈവത്തിൽ നിന്ന് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ദൈവീയ കൂട്ടായ്മയിലേക്ക് അവന് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവിടുന്ന് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നെ അവരെന്ത് ചെയ്തു? യെരൂശലേമിലേക്ക് തന്നെ മടങ്ങിപ്പോന്നു. ഇവർ യെരൂശലേമിൽ നിന്നാണ് മടങ്ങി വന്നത്. നമ്മൾ ദൈവജനത്തെ ഇങ്ങനെ വായിക്കുന്നു, യെരിഹോവിൽ നിന്നൊരു യെരൂശലേമിൽ നിന്നൊരു മനുഷ്യൻ യെരിഹോവിലേക്ക് യാത്ര ചെയ്തപ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടാനായിട്ട് ഇടയായിത്തീർന്നു. സഹോദരന്മാരെ, നമ്മൾ എപ്പോഴും യെരൂശലേം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ഭവനമാണ്. എപ്പോഴും ദൈവത്തിൻ്റെ ഭവനത്തിൽ തന്നെ ആയിരിക്കാനായിട്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ഭവനം വിട്ട് നമ്മൾ യെരിഹോവിലേക്ക് പോയാൽ നമ്മൾ ആക്രമിക്കപ്പെടുവാൻ വളരെ സാധ്യതയുണ്ട്. കാരണം അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ, അതായത് ദൈവീയ കൂട്ടായ്മയിലും ദൈവീയ സഭയിലുമുള്ള അവൻ്റെ സംരക്ഷണം വളരെ വലുതാണ്. അവൻ ഒരുമിച്ച് നിൽക്കുമ്പോൾ ശത്രുവിന് അവനെ ആക്രമിക്കുവാനായിട്ട്, അവനെ നശിപ്പിക്കുവാനായിട്ട്, മുടിപ്പിക്കുവാനായിട്ട്, അവനെ മുറിവേൽപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. കാരണം രണ്ടുപേര് ഒത്തിട്ടല്ലാതെ എങ്ങനെ ഒരുമിച്ച് നടക്കും? അപ്പം നമ്മൾ ആ ഒരു കൂട്ടായ്മ ബന്ധത്തിൽ അങ്ങനത്തെ ഒരു ബലം നമുക്കുണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മയുടെ പ്രാധാന്യം, രക്ഷിക്കപ്പെട്ട വ്യക്തികൾ ഓരോ ദിവസവും കൂട്ടായ്മയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മളിങ്ങനെ വായിക്കും, നിങ്ങൾ മറ്റുള്ളവരെ പോലെ സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. സഭായോഗങ്ങളെ നമ്മൾ ഉപേക്ഷയായി വിചാരിക്കരുത്. ഇന്ന് വളരെ
നിസ്സാരമായിട്ടാണ് സഭായോഗങ്ങളെ പലരും കാണുന്നത്. സഭായോഗത്തെക്കാൾ അധികം തങ്ങളുടെ മറ്റ് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്നത്. അതിനെല്ലാം കാരണം ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള ഭക്തിയും മങ്ങിപ്പോയി. ഇന്ന് ദൈവത്തെ മനുഷ്യന് ആവശ്യമായിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് അവരുടെ ബാങ്കറായിട്ടും ഒരു ഡോക്ടറായിട്ടും. കാരണം ആവശ്യം വരുമ്പോൾ പണം വേണം, രോഗം വരുമ്പോൾ സൗഖ്യം ലഭിക്കണം. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഇന്ന് മനുഷ്യൻ ഏറ്റവും അധികം ദൈവത്തെ അന്വേഷിക്കുന്നത്. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തെ വിട്ട് ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്നൊരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ കഴിയും. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ഇങ്ങനെയാണ് ക്രൂശുമരണ സമയത്ത് നിലവിളിച്ച്, പിതാവേ പിതാവേ നീ എന്നെ കൈവിട്ടത് എന്ത്? നമുക്കറിയാം, സകല മാനവകുലത്തിൻ്റെയും പാപം പുത്രൻ്റെ മേൽ ഏറ്റുകഴിഞ്ഞപ്പം പിതാവായ ദൈവത്തിന് പുത്രനെ നോക്കാൻ പോലും കഴിയാത്തൊരവസരത്തിൽ ചില മണിക്കൂർ സമയം എന്ത് ചെയ്ത് പിതാവും പുത്രനും തമ്മിലുള്ള ആ കൂട്ടായ്മ ബന്ധം വിച്ഛേദിച്ചു. അത് പുത്രന് സഹിക്കാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു. കാരണം അത് ഏറ്റില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇന്ന് ഇവിടെ ഇരിക്കാനായിട്ട് കഴിയത്തില്ലായിരുന്നു. അപ്പം നമ്മൾ ആ ദൈവപുത്രനായ യേശു ക്രിസ്തു പിതാവുമായിട്ടുള്ള കൂട്ടായ്മയുടെ പ്രാധാന്യം എത്രമാത്രം അവിടെ കാണുന്നുണ്ട്. ആ കൂട്ടായ്മ അതിനേക്കാൾ അധികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ആ കൂട്ടായ്മ ബന്ധത്തിൽ നമ്മൾ തുടരേണ്ടതായ ആവശ്യമുണ്ട്. ദൈവം നമ്മളെ അതിനായി ആണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നതിൻ്റെ 12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ അവൻ അധികാരം കൊടുത്ത്, ആ മക്കൾ ആയ നമ്മൾ ആ പിതാവിൻ്റെ സമ്പൂർണമായ ഹിതം നമ്മൾ നിവർത്തിക്കേണ്ടത് ആവശ്യമുണ്ട്. നമ്മൾ ഓരോ ദിവസവും നമ്മളെ കൈക്കൊണ്ടെന്നുള്ള സത്യമാണ്, അവൻ്റെ മക്കളായെന്നുള്ള സത്യമാണ്. ആ മക്കളായി തന്നെ നമ്മളവിടെ തുടരേണ്ടത് ആവശ്യമാണ്, നമ്മളവിടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് പലരും അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു, തങ്ങൾക്ക് തോന്നിയ പോലെ പിന്നെ ജീവിക്കാമെന്നുള്ള ഒരു ചിന്തയാണ്. എന്നാൽ ആ മക്കളായി തന്നെ നമ്മളവിടെ ഇരിക്കണം. ആ പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടി ഓരോ നിമിഷവും പിതാവേ എന്നെക്കുറിച്ചുള്ള നിൻ്റെ ഹിതം എന്താണ്, എന്നെക്കുറിച്ചുള്ള നിൻ്റെ ഇഷ്ടം എന്താണ്, എന്നെക്കുറിച്ചുള്ള നിൻ്റെ ആഗ്രഹം എന്താണ്. നമ്മൾ എഫേസ്യരിലൊക്കെ വായിക്കുന്നു, അവൻ നമ്മളെ വിളിച്ചപ്പം അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതൊന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാദാനം ഇന്നതൊന്നും നിങ്ങൾ അറിയേണ്ടതിന്. അവിടെ പറഞ്ഞാൽ നമ്മളെ വിളിച്ചപ്പം, ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും വിളിച്ചപ്പം ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും ഒരു ആശയുണ്ട്. സഹോദരന്മാരെ, ആ ആശ മറ്റൊന്നുമല്ല, വേറൊന്നുമല്ല. നമ്മൾ ഇടമുറിയാതെ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യം തന്നെയാണ്, തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരായി തീരണം. അതാണ് അവൻ്റെ ആശ. അല്ലാതെ വേറൊരാശയും യേശുവിന് നമ്മളെ വിളിച്ചപ്പോൾ നമ്മളെക്കുറിച്ചില്ലായിരുന്നു. എന്നാൽ നമുക്ക് ഒത്തിരി ആശകളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഇച്ഛകളും ഇഷ്ടങ്ങളും അഭിലാഷങ്ങളും നിറഞ്ഞവരായിട്ട് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെ നമ്മൾ പൂർണ്ണമായിട്ടും മരണത്തിന് ഏൽപ്പിക്കണം. നിരന്തരം നമ്മൾ അതിന് മേൽ ജയമെടുക്കണം. അതാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിക്കുന്നെങ്കിൽ നാൾ തോറും തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കർത്താവിന് നിർബന്ധമില്ല സഹോദരന്മാരെ, ആരും കർത്താവിനെ അനുഗമിപ്പാനായിട്ട്. ഒരുവൻ എന്നെ അനുഗമിപ്പാനായിട്ട് ഇച്ഛിക്കുന്നെങ്കിൽ, അവൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവനൊരു കാര്യം ചെയ്യണം, തന്നെ ത്യജിക്കണം. തൻ്റെ സ്വന്തം ഇഷ്ടങ്ങളെയും സ്വന്തം അഭിപ്രായങ്ങളെയും അഭിലാഷങ്ങളുടെ മേലും ഒക്കെ മരിക്കാൻ തയ്യാറുള്ളവൻ മാത്രം വന്നാൽ മതി എന്നാണ് കർത്താവ് പറഞ്ഞത്. കാരണം കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പം അവന് ഇഷ്ടത്തിന് മേൽ സ്വാതന്ത്ര്യമുള്ളവനായിട്ടാണ്, ഫ്രീ വില്ലുള്ളവനായിട്ടാണ്. അവന് ഏതും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം അവന് കൊടുത്തിട്ടാണ് സൃഷ്ടിച്ചത്. അല്ലാതെ അവനെ ഒരു കമ്പ്യൂട്ടർ മനുഷ്യനെ പോലല്ല യേശു മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പം നമ്മൾ അങ്ങനെ വേണം, സ്വാതന്ത്ര്യത്തോടെ വേണം ദൈവത്തെ സ്നേഹിപ്പാൻ, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ, ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ. അങ്ങനെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്തു ജീവിതം ഭാരമുള്ളതല്ല. ആ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, അതായത് എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാണ്. ആർക്കാണ്? അനുസരിക്കുന്നവർക്കും ഏറ്റെടുക്കുന്നവർക്കും ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കുമാണ്. ഇത് നമ്മൾ സ്വന്തമല്ല. എൻ്റെ നുകം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ്. ഇതിന് കാരണം ഇത് നമ്മൾ സ്വന്തമല്ല വഹിക്കുന്നത്. നമുക്ക് വഹിക്കാൻ ഇത്രമാത്രമേ പ്രാപ്തിയുള്ളൂ, കഴിവുള്ളെന്ന് നമ്മുടെ ദൈവത്തിന് അറിയാം. ദൈവം കൂടിയാണ് നമ്മുടെ എല്ലാ ഭാരങ്ങളും വഹിക്കുന്നത്, നമ്മളെ കരുതുന്നത്, നമ്മളെ കാക്കുന്നത്. അതായത് പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ട ഓരോ വ്യക്തികളെയും അതേ അളവിൽ തന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ സ്നേഹം വേണ്ട വിധത്തിൽ ഗ്രഹിക്കാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ പ്രാകൃത ജ്ഞാനത്തിന് അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള സത്യം. എന്നാൽ ആ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു നിമിഷവും പതറിപ്പോകാതിരിക്കാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. നമ്മൾ
യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 വാക്യത്തിൽ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 31, യോഹന്നാൻ്റെ സുവിശേഷം 8-ന്റെ ആ ആ ആ ആ ആ അതെ. തന്നിൽ വിശ്വസിച്ച യൂതന്മാരോടാണ് യേശു പറഞ്ഞത്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായിത്തീരും. അപ്പം നമ്മൾ എവിടെ നിലനിൽക്കേണ്ടത്? നമ്മൾ കേട്ടു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം. അപ്പോൾ വചനത്തിലാണ് നമ്മൾ നിലനിൽക്കേണ്ടത്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരാവും. ഈ ശിഷ്യന്മാർക്ക് മാത്രമേ വില കൊടുക്കേണ്ട ആവശ്യമുള്ളൂ സഹോദരന്മാരെ. ഒരു ശരാശരി ഒരു വിശ്വാസിക്ക് വലിയ വില കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ശിഷ്യനായി തീരുന്ന ഒരു വ്യക്തിക്കാണ് ത്യജിക്കേണ്ട ആവശ്യം വരുന്നത്, ക്രൂശ് എടുക്കേണ്ട ആവശ്യം വരുന്നത്, മരിക്കേണ്ട ആവശ്യം വരുന്നത്, അപമാനം ഏൽക്കേണ്ട ആവശ്യം വരുന്നത്, പഴി ഏൽക്കേണ്ട ആവശ്യം വരുന്നത് ശിഷ്യന് മാത്രമേ ഉള്ളൂ. അതായത് ശരാശരി ഒരു വ്യക്തിക്ക് ഇതൊന്നും ഏൽക്കേണ്ട ആവശ്യം ഇല്ല. അവന് പോരാട്ടം ഉണ്ടാകത്തില്ല. ഒരു ശിഷ്യനാകാനായിട്ട് ആര് മനസ്സ് വെക്കുന്നോ അവന് മാത്രമേ ശക്തമായ പരീക്ഷകളും പോരാട്ടങ്ങളും ഉള്ളൂ. കാരണം ഇവനെ ഒരു ശിഷ്യനാക്കി തീർക്കേണ്ടത് ഇവനെ വിളിച്ചവൻ്റെ ഉത്തരവാദിത്തമാണ്. കറ തീർന്ന ഒരു ശിഷ്യനാക്കി തീർക്കേണ്ടത്. അതിനുവേണ്ടി ചെയ്യുന്ന സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, സത്യം നമ്മളെ സ്വതന്ത്രമാക്കുന്ന ഏതിൽ നിന്നാണ്? പാപത്തിൽ നിന്നാണ്. പാപത്തിൽ നിന്ന് നമ്മളെ അവൻ പറഞ്ഞു, കർത്താവായ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന വ്യക്തിയിൽ എന്ത് ചെയ്യണം? സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. പാപത്തിൽ നിന്നാണ്. ഈ പാപത്തിൻ്റെ എല്ലാ അവസ്ഥയിൽ നിന്ന് നമ്മൾ നിരന്തരം സ്വതന്ത്രരായിത്തീരേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഫ്രീ ആയിത്തീരേണ്ടത് ആവശ്യമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവസേനയിൽ നമ്മൾ കടന്നു ചെല്ലേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെ ആയിരുന്നാൽ മാത്രം ദൈവം നമ്മളെക്കുറിച്ച് ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. എല്ലായ്പ്പോഴും നമുക്ക് അതിനായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനുള്ള കൃപ ദൈവം നമ്മുടെ മേൽ ധാരാളമായിട്ട് നൽകി തരട്ടെ. നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടുന്ന് നമ്മൾ വായിക്കുന്നത് അതായത് തീമോത്തിയോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 6-ന്റെ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കാം. തീമോത്തിയോസ് 1-ന്റെ 6 അതിൻ്റെ 18-ാമത്തെ വാക്യം. അതിൻ്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 1 തീമോത്തിയോസ് അതിൻ്റെ 18-ാമത്തെ 6-ന്റെ 18. അല്ലല്ലോ അവിടെ എഴുതിയിരിക്കുന്നത് 18. ആ ആ ആ ഇത് രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയുടെ കാര്യങ്ങളാണ്. അവൻ വളർന്നുകൊണ്ടേയിരിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്ന നന്മ ചെയ്യുന്നതിലും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി, ധനശീലരായി, ഔദാര്യമുള്ളവരായി, സാക്ഷ്യമുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്ത് നല്ല അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാൻ ആജ്ഞാപിക്കുന്നു. ആരോടായി പറഞ്ഞത്? തീമോത്തിയോസിനോടാ പറയുന്നത്. തീമോത്തിയോസിനോട് പറയുന്നത് നമ്മളോടും കൂടെയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് സഹോദരന്മാരെ. അവിടെ പറഞ്ഞിരിക്കുന്ന നന്മ ചെയ്യുന്നതിലും സൽപ്രവൃത്തികളാൽ സമ്പന്നരായി, ധനശീലരായി, ഔദാര്യമുള്ളവരായി, സാക്ഷ്യമുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തിൽ നല്ല അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാൻ ആജ്ഞാപിക്കുന്നു. അല്ലയോ തീമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധിയെ കാത്തുകൊണ്ട് ജ്ഞാനമെന്ന വ്യാജമായ പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വ്യർത്ഥവാദങ്ങളെ, തർക്കസൂത്രങ്ങളെ ഒഴിഞ്ഞു നിൽക്കുക. അവിടെ പറയുന്നത് ജ്ഞാനമായ വ്യർത്ഥമായ ഭക്തിയുടെ വ്യർത്ഥമായ വാദങ്ങൾ, തർക്കസൂത്രങ്ങളെ നീ എന്ത് ചെയ്യണം? ഒഴിഞ്ഞു നിൽക്കണം. ഒരു വീണ്ടും ജന്മം പ്രാപിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതായത് ഭക്തിവിരുദ്ധമായ തർക്കസൂത്രങ്ങളിൽ നിന്ന് അവനെ ഒഴിഞ്ഞു നിൽക്കേണ്ടത് ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ അവന് വളരാനായിട്ട് കഴിയത്തുള്ളൂ. ഇത് നമ്മൾ തർക്കിച്ചും വാദിച്ചും അല്ല യേശുവിനെ മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തേണ്ടത്. സഹോദരന്മാരെ, നമ്മുടെ ജീവിതം കൊണ്ട് വേണം നമ്മൾ യേശുവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാൻ. ഇന്ന് തർക്കിച്ചും വാദിച്ചും നമുക്കറിയാം, യൂട്യൂബിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും, അനേകരെ തർക്കിച്ച് വാദിച്ച് യേശുവിനെ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അവർക്ക്
യേശുവിനെ അറിയാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളുമായിട്ട് ഒരാൾ ഇടപെടുമ്പോൾ ആ വ്യക്തി പറയണം, ആ വ്യക്തിയിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ട്, അവനിൽ ക്രിസ്തുവിൻ്റെ കൃപയുണ്ട്, ക്രിസ്തു അവനിൽ വസിക്കുന്നുണ്ടെന്ന് വേറൊരു വ്യക്തി പറയുന്ന നിലയിലുള്ള ഒരു നല്ല ജീവിതമായിരിക്കണം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള വളർച്ചയ്ക്ക് നിരന്തരം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയും അതിനുവേണ്ടി നമ്മളെ താഴ്ത്തുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മളെ ദൈവം വിളിച്ചപ്പം നമ്മളൊന്ന് കേട്ടു, തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരുക. ഇന്ന് ഞാനൊരു കാര്യം പറയാം, നമ്മളുടെ ചില ചർച്ചകളിലും ചില വ്യക്തികളും മാത്രമേ പറയാറുള്ളൂ നമ്മളെ വിളിച്ചതിൻ്റെ ലക്ഷ്യം തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരാനുള്ളതാണെന്നുള്ളത്. എന്നാൽ ഇന്ന് ഞാനൊരു 35 വർഷത്തോളം പല ചർച്ചകളായിട്ട് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരന്മാരെ, ലേഖനം ശുശ്രൂഷിക്കുന്ന സഭ ഞാൻ കണ്ടിട്ടില്ല. തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരണമെന്ന് പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. കാരണം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ ജീവിതത്തിലൂടെ മുന്നോട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് പറയാനും പഠിപ്പിക്കുവാനായിട്ടും കഴിയത്തുള്ളൂ. ഞാൻ ഒരാളോട് ചോദിച്ചവും പറഞ്ഞു, ലേഖനമൊക്കെ ശുശ്രൂഷിച്ചാൽ ലേഖനം എഴുതപ്പെട്ട പോലെ ജീവിക്കണം, അത് ഇച്ചിരി പ്രയാസമാണ്. സാധാരണ ഒരാളല്ല പറഞ്ഞത്, ഒരു സഭയിലെ ഒരു ഭാഷ പറഞ്ഞത്, വേറെ ആരുമല്ല പറഞ്ഞത്. ആ ലേഖനം ശുശ്രൂഷിച്ചാൽ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ജീവിക്കണം, അതിച്ചിരി കഠിനമാണ്, അതിച്ചിരി പ്രയാസമാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുകയും എനിക്കിത് അനുസരിക്കാനും ഇത് വഴി നടക്കാനും ഇത് കഠിനമാണെന്ന് ഞാൻ പറയുകയും ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് കഠിനമായ എല്ലാ കാര്യങ്ങളെയും അതിജീവിക്കുവാനായിട്ടും അതിൻ്റെ മേൽ ജീവൻ പ്രാപിപ്പാനും അതിനുമേൽ ജയം പ്രാപിപ്പാനുമായിട്ടാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ റോമാലേഖനത്തിൽ ഇനിയും വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു കാര്യം, റോമാലേഖനം നമ്മൾ തുടർമാനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ നമുക്കറിയാം, ഈ 1 മുതലുള്ള ഈ അധ്യായങ്ങൾ വായിച്ച് അതിൻ്റെ 12-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയിൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ബുദ്ധിയുള്ള ആരാധനയിൽ നമ്മുടെ ശരീരങ്ങൾ ജീവനും വിശുദ്ധിയും, ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തി വീണ്ടും, ഞാനിവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ 10 കാര്യമാണ്. 10ാമത്തെ കാര്യം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അവൻ്റെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളൊരു യാഗമായി സമർപ്പിക്കണം. നമുക്കറിയാം, നമ്മൾ ഒരു കാര്യം സമർപ്പിച്ചു കഴിഞ്ഞാൽ സഹോദരന്മാരെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് കഴിയത്തില്ല. അതുപോലെ നമ്മൾ വീണ്ടും ജനിക്കപ്പെടുമ്പോൾ നമ്മൾ സംഭവിച്ചൊരു കാര്യം, നമ്മുടെ ഉടമസ്ഥ അവകാശം നമ്മൾ ആർക്ക് കൊടുക്കുക ചെയ്തേ? യേശുവിനെ കൈമാറ്റം ചെയ്തു. ഇന്ന് ആ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പിലുള്ളൊരു കാര്യം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ മാറിപ്പോരണം. എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം നമ്മുടെ ഉടമസ്ഥാവകാശം, നമ്മളൊരു വീട് വിറ്റു, ഇങ്ങനെ ചിന്തിച്ചു, നമ്മളൊരു വീട് വിറ്റു. ആ വീട് വിറ്റ് കഴിഞ്ഞ് വേറെ ആളവിടെ താമസിക്കാൻ വരിക. ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ അതിലേ ഇല്ല, ഇതെൻ്റെ വീടായിരുന്നു പറഞ്ഞ് കയറി ചെന്ന് ആ മനുഷ്യൻ സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. എന്നതുപോലെ നമ്മുടെ ഉടമസ്ഥാവകാശം ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ടപ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്തു? തൻ്റെ പഴയ ജീവിതത്തെ മുഴുവനായിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഞാൻ വേണ്ട ഒരു പുതിയ ജീവിതത്തിനായിട്ട് എന്നെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ സമർപ്പണത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? തുടരേണ്ടത് ആവശ്യമുണ്ട്, അതിൽ നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്, അത് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ സമയത്ത് നമുക്ക് എവിടെ പറഞ്ഞത്? നമ്മുടെ ശരീരങ്ങളെ നമ്മൾ ജീവനുള്ളതായി എൻ്റെ കണ്ണ്. നമുക്കറിയാം, നമ്മൾ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് അവർ ചെങ്കടൽ വഴിയായി മരുഭൂമിയിൽ പ്രവേശിച്ച് ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത ദേശം കനാനായിരുന്നു, അല്ലേ? കനാനായിരുന്നു. ഈ കനാനിൽ 7 ജാതികളുണ്ടായിരുന്നു. ഈ കനാനിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഒറ്റയടിക്ക് ഈ 7 ജാതികളെ ദൈവം ഉന്മൂലനം ചെയ്യല്ലേ എന്ന്. ഇവരെന്ത് ചെയ്യണം? ഈ 7 ജാതികളെ കീഴടക്കിയിട്ട് വേണം അവർ കീഴടക്കുന്ന സ്ഥലം എന്ത് ചെയ്യണം? അവർ ശാശ്വത അവകാശമായി കൈക്കൊള്ളണം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇന്ന് എന്താ അതർത്ഥം? ശരിക്കും നമ്മുടെ ജഡത്തിൽ കുടികൊള്ളുന്ന, നമ്മുടെ ജഡത്തിൽ ഇതേപോലെ തന്നെ ആ കനാലിലുണ്ടായിരുന്ന പോലെ 7 ജാതികൾ നമ്മുടെ ജഡത്തിലുണ്ട്. സഹോദരന്മാരെ, നമ്മൾ ഗലാത്യ ലേഖനം വായിക്കുകയാണെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ അവിടെ കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് 5-ാം അധ്യായത്തിൽ. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ കീഴടക്കണം. എന്തിനാ ദൈവം അവരെ അവിടെ ആക്കി വെച്ചത്? അവർ യുദ്ധം അഭ്യസിക്കേണ്ടത് ആവശ്യമുണ്ട്.
യുദ്ധം അഭ്യസിക്കണമെങ്കിൽ അവിടെ ശത്രുക്കൾ വേണം, ശത്രുക്കളില്ലാതെ സംഭവിക്കത്തില്ല. എന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ നാളുകളിൽ നമ്മൾക്ക് പോരാട്ടമുള്ളത് നമ്മുടെ ജഡത്തോടാണ്, ലോകത്തോടാണ്, പിശാചിനോടാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അത് കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടാകും, അല്ല നമ്മൾ മരിക്കുന്ന നിമിഷം വരെയും ഉണ്ടാകും. അത് നമ്മുടെ ആ ജീവിതത്തിൽ നമ്മൾ മാറിപ്പോകരുത്, മറന്നു പോകരുത്. അതിനാണ് നമ്മളെ ദൈവത്തിൻ്റെ വചനം കേൾവി ഈ കാര്യത്തിൽ നമ്മളെ സജ്ജരാക്കുവാനായിട്ടും കൂടുതലൊരുക്കുവാനായിട്ടും ജാഗ്രതയുള്ളവരായി തീരുവാനായിട്ടും. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, നമ്മളെ പ്രേരണത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, പലപ്പോഴും പെയ്ത മഴ ഭൂമി കുടിച്ചിട്ടും കൃഷി ചെയ്യുന്നവർക്ക് ഹിതകരമായ സസ്യാദികൾ മുളപ്പിക്കുന്നില്ല. മുള്ളും ഞെരിഞ്ഞിലും മുളച്ചാൽ അത് ശാപത്തിന് അടുത്തതാണ്, അത് തീയിലിട്ട് ചുട്ടുകളയല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. എന്ന് വെച്ചാൽ അവിടെ ആ മഴയെക്കുറിച്ച് പറയുന്ന ദൈവത്തിൻ്റെ വചനമാകുന്ന പരിശുദ്ധാത്മാവുന്ന മഴ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പെയ്തു നമ്മളെ ബോധ്യപ്പെടുത്തി. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഇനി എന്ത് ഫലം വരാവുന്ന ദൈവിക ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടണം. അല്ല, ദൈവിക ഫലമല്ല, നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തിയാണ് പുറപ്പെടുന്നെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ആ മുള്ളും ഞെരിഞ്ഞിലും മുളച്ചാൽ അത് ശാപത്തിന് അടുത്തതാണ്, അത് തീയിലിട്ട് ചുട്ടുകളയല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുന്നു, ആ വചനപ്രകാരം ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു, വചനം കേട്ടത് അധികം ഒഴുകിപ്പോകാതിരിക്കാൻ ശ്രദ്ധയോടെ നമ്മൾ കരുതേണ്ടത് ആവശ്യമാണ്. കാരണം വചനം ഒഴുകിപ്പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇവിടുന്ന് കടന്നു പോകുന്നു, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നു, നമ്മൾ കേട്ട വചനമൊക്കെ നമ്മൾ ഇന്ന് അങ്ങ് ഒഴുകിപ്പോയി. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നല്ല വിത്തുകളുടെ ഇടയിൽ കള വിതച്ചത് എപ്പോഴാണ്? ഉറങ്ങിയ സമയത്താണ്. ഒരു ഉറക്കത്തിൻ്റെ സമയത്താണ് അവിടെ ദുഷ്ടം കൊണ്ടുവന്ന് കള വിതയ്ക്കാനായിട്ട് ഇടയായിത്തീർന്നത്. നമ്മുടെ ആത്മീയ ഉറക്കം, അതായത് നമ്മുടെ ഉള്ളിൽ ആകാത്ത വിത്തുകൾ മുളച്ചു വരുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആത്മീയമായിട്ട് നമ്മളെല്ലായ്പ്പോഴും ഉണർവുള്ളവരായിരിക്കണം. ഉണർവുള്ളതെന്ന് പറഞ്ഞാൽ ചിലർ പറയാറുണ്ട്, ഇന്നത്തെ മീറ്റിംഗ് ഭയങ്കര ഉണർവായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ കൈകൊട്ടി ഒത്തിരി ഞങ്ങളങ്ങ് വിയർത്ത് കുളിച്ചങ്ങ് ആരാധിച്ച് ഞങ്ങൾ അങ്ങ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഉണർവെന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, നമ്മുടെ പാപത്തെക്കുറിച്ച് നമ്മൾ നിരന്തരം ഉണർവുള്ളവരായിരിക്കണം. ഒരു കാര്യത്തെയും പാപത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ്, അതായത് ശൗലിനോട് പറഞ്ഞു, അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് നീ മായ്ച്ചു കളയണം, ഒരു കുഞ്ഞു കുട്ടിയോട് പോലും നീ കനിവ് കാണിക്കരുത് എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ അമാലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡത്തെയാണ് കുറിക്കുന്നത്. സഹോദരന്മാരെ, ഇന്ന് പഴയ നിയമത്തിൽ അമാലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തന്നെയായിരുന്നു, അമാലേക്ക് രാജാവ് തന്നെയായിരുന്നു. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ന് അമാലേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ജഡമാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമ്മുടെ ജഡത്തിലുള്ള തിന്മകൾ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനോട് നമ്മൾ ചെറിയൊരു പാവമല്ലേ, ഒരു കൊച്ചു കുഞ്ഞിനോട് പോലും കനിവ് കാണിക്കുന്നു പറഞ്ഞാൽ ഞാനൊരു ചെറിയൊരു കള്ളമല്ലേ പറഞ്ഞത്, പാടില്ല സഹോദരന്മാരെ. അതിനോട് കനിവ് കാണിക്കാം. പാപത്തോട് യാതൊരു കോംപ്രമൈസ് മനോഭാവവും വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പാടില്ല. എങ്കിൽ ശൗലിന്റെ ജീവിതത്തിൽ സംഭവിച്ചെന്താണ്? ശൗലിനോട് പറഞ്ഞു, നീ ആകാശത്തിൻ്റെ കീഴിൽ ഒന്നിനെ നീ അതിന് ഓർമ്മ കളയണം, അതിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞു. ശൗൽ എന്ത് ചെയ്ത്? കുറച്ച് മേൽത്തരമായ കാര്യങ്ങളെ പിടിച്ചുകൊണ്ട് വന്നു, ഒരു അമാലേക്കിനെയും പിടിച്ചുകൊണ്ട് വന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവസാനം ആ അമാലേക്ക് തന്നെയാണ് ആരിനെ? ശൗലിനെ കൊല്ലാനായിട്ട് ഇടയായിത്തീർന്നത്. നമ്മൾ ജഡത്തെ പോഷിപ്പിച്ചാൽ, ജഡത്തിൻ്റെ ഇമ്പങ്ങളെ, ജഡത്തിൻ്റെ അഭിലാഷങ്ങളെ, മോഹങ്ങളെ നമ്മൾ തൃപ്തിപ്പെടുത്തി വളർത്തിയാൽ അത് നമ്മളെ ആത്മീയമായിട്ട് നശിപ്പിച്ച് ദൈവത്തിൽ നിന്ന് ഒരിക്കലും എന്നേക്കുമായിട്ട് നമ്മളെ മാറ്റിക്കളയാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മൾ ജഡത്തിൻ്റെ ഒരു ഇഷ്ടങ്ങളോടും ഒരു ഇച്ഛകളോടും നമ്മൾ യാതൊരു കനിവും കാണിക്കരുത്. നമ്മളോട് തന്നെ നമ്മളൊരു കനിവ് കാണിക്കരുത്. അതിനോട് ദൈവത്തിൻ്റെ വചനപ്രകാരം ഒരു ദാക്ഷിണ്യമില്ലാതെ നമ്മൾ എതിർത്ത് നിൽക്കുന്നവരാണെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം പ്രാപിക്കാനായിട്ടും തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് നമുക്ക് അനുരൂപരായി തീരുവാനായിട്ടും നമുക്ക് കഴിയത്തുള്ളൂ. നമ്മൾ വളരെ ലാഭബുദ്ധിയോടുകൂടി പാപത്തോട് സമീപിക്കുകയാണെങ്കിൽ ആ പാപം നമ്മളെ നശിപ്പിക്കും. അത് ഒരു മുന്നറിയിപ്പായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കാത്തൊരു മനോഭാവം വെച്ചുകൊണ്ടിരുന്ന് നമ്മൾ ഒരിക്കലും ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കടന്നു വരരുത്. എല്ലാവരോടും, ദൈവത്തോടും മനുഷ്യനോടും
കുറ്റമറ്റൊരു മനസാക്ഷി നമുക്കുണ്ടായിരിക്കണം. ഉണ്ടാകുമ്പോൾ സഹോദരന്മാരെ, നമ്മളോട് പലരും ഇടപെടുമ്പോൾ, പലരും നമ്മളോട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അവരെ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ നമുക്കുണ്ടാകും. പക്ഷേ നമ്മൾ ദൈവത്തോട് പറയണം, കർത്താവേ, ഞാൻ എന്നോട് പറയാറുണ്ട്, കർത്താവേ, ശത്രുക്കളെ സ്നേഹിക്കണമെന്നാണ് നീ പറയുന്നത്, എന്നാൽ ഈ സാഹചര്യങ്ങളിൽ എനിക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട്, നിൻ്റെ സാന്നിധ്യം, നിൻ്റെ കൃപ എനിക്ക് തരണം എന്ന് നമ്മൾ സത്യസന്ധതയോടുകൂടി ദൈവസന്നിധിയിൽ വീണ്ടും ജനിക്കപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ അവൻ കടന്നു ചെല്ലും. അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം, ദൈവികമായ സ്പർശത നമുക്ക് നഷ്ടപ്പെടും സഹോദരന്മാരെ. ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് നഷ്ടപ്പെടും, ദൈവത്തോടുള്ള കൂട്ടായ്മ നമുക്ക് നഷ്ടപ്പെടും, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെടും. നമ്മളെ മറ്റു മനുഷ്യരിൽ നിന്നും പുത്രമിത്രാദിയിൽ നിന്നും നമ്മളെ വ്യത്യസ്തനാക്കുന്ന ഒരേ ഒരു കാര്യം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് സഹോദരന്മാരെ. ഞാൻ പറഞ്ഞതുപോലെ ആ മോശയോട് ദൈവം പറഞ്ഞ, ഈ പർവ്വതത്തിൽ വെച്ച് കണ്ട മാതൃക പ്രകാരം മാത്രം വേണം ഈ സമാന കൂടാരം പണിയാൻ. ആ സമാപന കൂടാരമായി വ്യത്യസ്തപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണെങ്കിൽ ഇന്ന് നാം ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ സമാപന കൂടാരം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തെയും ചിന്തയും താല്പര്യങ്ങളെയും ലോകപ്രകാരം വിട്ടുകൊടുത്താൽ ദൈവത്തിൻ്റെ ആത്മാവിനെ എന്നിൽ വസിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്നുള്ളതിന് യാതൊരു ദാക്ഷിണ്യമില്ല. ഈ മന്ദിരം വിശുദ്ധമായി സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ വായിച്ചു കഴിഞ്ഞ രാവിലത്തെ സങ്കീർത്തനത്തിൽ വായിച്ചു, ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ സ്തുതിക്കും. എവിടുന്നാ? ഇന്ന് അന്ന് ഒരു വിശുദ്ധ മന്ദിരം ആക്ഷരികമായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വിശുദ്ധ മന്ദിരം ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തികൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം മറ്റൊന്നുമല്ല സഹോദരന്മാരെ, ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിക്ക് വേണ്ടി, ദൈവം ആഗ്രഹിക്കുന്ന ആ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മളെ തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലാതെ വേറൊന്നുമല്ല. ദൈവത്തിന് തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളെ കൂടുതൽ നിറയ്ക്കാനായിട്ട് കഴിയും. ആത്മനിറവുള്ള ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് കഴിയും. നമ്മൾ കേട്ടതുപോലെ നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ളതായിട്ടും വിശുദ്ധിയുള്ളതായിട്ടും നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതായത് പഴയ നിയമത്തിൽ ഒരു മനുഷ്യനെ ഒരാൾ കത്തി കൊണ്ട് കുത്തിയാലാണ് അവൻ കൊലപാതകനായിത്തീരുവുള്ളൂ. സഹോദരനെ നിസാര എന്ന് പറഞ്ഞാൽ അഗ്നിനഗരത്തിന് യോഗ്യനാണ്. നമ്മളെ തന്നെ ഇന്ന് ശോധന ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, സ്ത്രീയെ മോഹദൃഷ്ടിയോട് നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്യും. നോക്കുന്നവൻ എല്ലാവരും നല്ല കേട്ടോ. നമ്മൾ ചിന്തിക്കണം, സ്ത്രീയെ നോക്കുന്നവർ എല്ലാവരും നല്ല പറഞ്ഞത്, മോഹദൃഷ്ടിയോടെ നോക്കുന്നവൻ. അതായത് ദാവീദല്ല, നമ്മളെ യോബ്, മനസാക്ഷി യുഗത്തിൽ ജീവിച്ചിരുന്ന യോബ് ഇങ്ങനെ പറയാനിടയായിത്തീർന്നു, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു, ഒരു കനിയെ ഞാൻ എങ്ങനെ വെക്കും. നമ്മുടെ കണ്ണുമായിട്ട് നമ്മളൊരു നിയമം ചെയ്യണം, ഒരു ഉടമ്പടി ചെയ്യണം ദൈവമായിട്ട്. നമ്മൾ വായിച്ചതുപോലെ ആ കനാലിലുള്ള ആ വ്യക്തികളെ, ശത്രുക്കളെ നമ്മൾ കീഴടക്കി ശാശ്വതമായിട്ട് വാഴണം. നമ്മൾ പത്രോസിൻ്റെ അകത്ത് ഇങ്ങനെ വായിക്കുന്നത്, അതായത് ഇന്ദ്രിയത്തിന്മേൽ നമുക്ക് എന്ത് വേണം? സ്ഥിരത വേണം. സഹോദരന്മാരെ, നമ്മുടെ കണ്ണിൻ്റെ മേൽ നമുക്ക് സ്ഥിരത വേണം. നമുക്ക് 5 പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ഈ 5 പഞ്ചേന്ദ്രിയങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നിയന്ത്രണം വേണം. അവിടെ നമുക്ക് സ്ഥിരതയുള്ളവരായിരിക്കണം. നമ്മൾ വീണ്ടും വീണ്ടും അതിലേക്ക് കടന്നു പോകരുത്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു കാര്യം ഞാൻ പറയാം, അവന് പാപം ചെയ്യാനായിട്ട് കഴിയത്തില്ല, പാപം ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ പാപം ചെയ്യുക എന്നുള്ളതും പാപത്തിൽ വീഴുക എന്നുള്ളതും ഒരു കാര്യമല്ല, 2 കാര്യമാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമ്മൾ യാദൃശ്ചികമായിട്ട് നമ്മൾ വഴുവഴുപ്പുള്ളൊരു വഴിയിലൂടെ കടന്നു പോകും, നമ്മൾ വീഴാൻ സാധ്യതയുണ്ടെന്നുള്ള സത്യമാണ്. നമ്മൾ വീണു, അവിടെ എന്ത് ചെയ്യുന്നു? ആ വീഴുന്നവൻ എന്ത് ചെയ്യും? ചാടി എഴുന്നേൽക്കും. അവന് യാതൊരു ന്യായീകരണവും പറയത്തില്ല. ആദാം വീണ് കഴിഞ്ഞപ്പം വീണ് കഴിഞ്ഞപ്പം ദൈവം വന്ന് ചോദിച്ചോ, പറഞ്ഞെന്താ? നീ എന്നോട് കൂടി ഇരിപ്പാൻ നിന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു, അല്ലെ പാമ്പ് എന്നെ ചതിച്ചു എന്നാ പറഞ്ഞത്. ദൈവം ചോദിക്കുന്ന അതല്ല, ഞാൻ പാപം ചെയ്തോ എന്നാ ചോദിച്ചത്. ഭാര്യയോട് ഞാൻ മത്സരിച്ചോ, ഞാൻ മറുതലിച്ചോ? അതാ ദൈവം ചോദിക്കുന്നുള്ളൂ. അവളോട് ചെയ്ത് അവളോട് ചോദിക്കുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാർ ചെയ്ത് അവരോട് ചോദിക്കുകയുള്ളൂ. എന്നോട് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ന്യായീകരണങ്ങൾ കൂടാതെ, ദൈവമേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു തെറ്റിൽ അകപ്പെട്ടു പോയി, ഈ ഒരു ചിന്തയ്ക്ക് ഞാൻ ഇടം കൊടുത്തു, ഈ ഒരു നോട്ടം ഞാൻ നോക്കരുതായിരുന്നു, ഈ ഒരു വാക്ക് ഞാൻ പറയരുതായിരുന്നു, എൻ്റെ ഇത് സംഭവിച്ചു പോയി, അതിനെക്കുറിച്ച് ഞാൻ അനുഭവിക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കണേ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ സഹായിക്കും. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ രക്ഷിക്കപ്പെട്ട വ്യക്തി ഓരോ ദിവസവും ശുദ്ധീകരണത്തിൻ്റെ വഴിയിലൂടെ മാത്രമേ കടന്നു പോകാൻ പാടുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണമാണ്. അപ്പം ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണാനായിട്ട് ആർക്കും കഴിയത്തില്ല. അപ്പോൾ ദൈവം നമ്മളോട്, ഞാൻ പലരെയും ചിലപ്പം സംസാരിക്കുമ്പോൾ പലരോടും ചോദിക്കും, എങ്ങനെയുണ്ട് സഹോദര? എനിക്കൊരു കുഴപ്പമില്ല, വളരെ ക്ലിയറായിട്ടേ പോകുമെന്നൊക്കെ പറയുന്നത് കേൾക്കാൻ കഴിയും. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അവനെ പറയാൻ കഴിയത്തില്ല. കാരണം അവൻ ദൈവത്തിൻ്റെ കൃപയിലാണ്
അവൻ സുരക്ഷിതനായിരിക്കുന്നത്. ഒരാളിപ്പം എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അവരുടെ ഇഷ്ടത്തിനും അവരുടെ ഇച്ഛകൾക്കും താല്പര്യപ്രകാരവും അവർ ജീവിച്ചു പോകുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ ഭയാനതയോ പാപത്തിൻ്റെ ശക്തിയോ ഒന്നും അവർക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, ജ്ഞാനിയുടെ ഹൃദയം വിലാപഭവനത്തിലിരിക്കുന്നു. നമ്മൾ ഇന്ന് വിലാപം കഴിക്കുന്ന എപ്പോഴാണ്? വിലാപഭവനത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ പോയി നല്ല വിളിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞത്, ഈ നമ്മുടെ ഈ ജീവിതം, ഈ കൂടാരം ഒരു വിലാപഭവനമാണ്. നമ്മളെപ്പോഴും ഇവിടെ എന്ത് ചെയ്യണം? ദൈവത്തിനാകാത്തതിനെ, ദൈവത്തിന് ഇഷ്ടമുള്ളതിനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു നിലവിളി, ഒരു കരച്ചിൽ നിരന്തരം ഒരു വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. നമ്മൾ കേട്ടതുപോലെ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനായിരിക്കുന്നു. ഈ വചനങ്ങളാൽ എന്നെ നിങ്ങളെ ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.